ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ? ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കോൺഷ്യസ് പാരൻറ്റിങ് ജേണിയിലെ പിന്നെ ഒരു ഒരു ചെറിയൊരു കുഞ്ഞു സംഭവം കേട്ടോ. അതായത് ഇന്നലെ നമ്മൾ ഈവനിങ് മോന് സ്കൂളിട്ട് വന്നതിന് ശേഷം ഹസ്ബൻഡിന് അബുദാബി പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് 1 വീക്കുള്ള സാധനമൊക്കെ ലുലുവിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാനുണ്ട്. ഒപ്പം പിന്നെ ഞങ്ങളാരും ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ആഫ്റ്റർനൂൺ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. നേരെ മോൻ വന്നതിന് ശേഷം എന്തായാലും പുറത്തോട്ട് പോവാണ്. അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് 2 ഡേയ്സ് ട്രാവലിങ്ങും കാര്യമൊക്കെ ആയിട്ട് ഞങ്ങൾ ഫുൾ ടയേർഡായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ മോന് ക്ലാസ് വിട്ട് കഴിഞ്ഞു. അവൻ വന്ന് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ ഇറങ്ങുമ്പം പിന്നെ ഇവൻ്റെ അടുത്ത് ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞു. അപ്പോൾ ഡ്രസ്സ് മാറ്റാൻ പറഞ്ഞപ്പോൾ ആളൊരു പഴയ സ്കൂളിൽ വന്നിട്ട് പഴയ ഒരു ഡ്രസ്സ്, അതായത് കറയൊക്കെ ഉള്ളൊരു ഡ്രസ്സാണ് ഇട്ടത്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ഡ്രസ്സ് മാറ്റിക്കുക, നമുക്ക് പോകാമല്ലോ, ഭാവിക്ക് പെട്ടെന്ന് തന്നെ പോകാനുണ്ട്, അതുകൊണ്ട് നീ ഡ്രസ്സ് മാറ്റിക്കുമോ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളൊക്കെ ഡ്രസ്സ് മാറ്റി. പക്ഷേ ആളെന്തില്ല, ഡ്രസ്സ് മാറ്റുന്നില്ല, ഒരേ ഇരിപ്പ് അവിടെ. പിന്നെ ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞപ്പം മാറ്റുന്നില്ല, ഞാനിത് തന്നെ ഇടുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു തരം വാശി. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ എൻ്റെ പഴയ പാരൻറ്റിങ് സ്റ്റൈൽ പ്രകാരം കുറച്ചൊരു 3-4 ടൈംസ് പറയും. പിന്നെ എൻ്റെ ഉള്ളിലെ വേറൊരു പാരൻറ്റിങ് ഉണരും. അതെന്താ, നിനക്ക് മാറ്റിയാൽ എന്നൊരു ടോൺ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് വരും. പക്ഷേ ഇന്നലെ ഞാൻ അങ്ങനെ ചെയ്തില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കോൺഷ്യസ് പാരൻറ്റിങ് ജേണിയാണിത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവനോട് ചോദിച്ചു, ഞാൻ അവൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു. എന്നിട്ട് അവനോട് ചോദിച്ചു, മോൻ ആക്ച്വലി നീ ടയേർഡാണല്ലേ നന്നായിട്ട്, നീ ക്ലാസ് കഴിഞ്ഞ് വന്ന് എക്സാമും ആയിരുന്നു, ക്ലാസ് കഴിഞ്ഞ് വന്ന് നീ ഒന്നും കഴിച്ചില്ലല്ലോ, നീ സോ ടയേർഡാണല്ലേ, അതുകൊണ്ടാണ് നിനക്ക് വയ്യാത്തതുകൊണ്ടാണോ ഡ്രസ്സ് മാറ്റാത്തത്, ഞാൻ ഹെൽപ്പ് ചെയ്ത് തരട്ടെ, ഈ ഡ്രസ്സ് ബനിയൻ അയക്കാനായാലും അതിടാനായാലും പാൻറ് ഇടാനും ഒക്കെ ഞാൻ ഹെൽപ്പ് ചെയ്ത് തരട്ടെ, അപ്പം നീ ഓക്കെ ആണോ, നിനക്ക് കംഫർട്ടാണോ ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ. ദെൻ ഞാൻ നല്ല പോലെ, ഞങ്ങൾ തമ്മിൽ വഴക്കോ ഒരു യുദ്ധമൊന്നും ഇല്ലാതെ വളരെ ശാന്തമായിട്ട് അവൻ ഇട്ട് കൊടുത്തു. അവൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അതൊരു വലിയൊരു യുദ്ധക്കളമാണ്ടൊരു മീൻസ് ഞങ്ങളുടെ ഇടയിൽ കേട്ടോ, അതായത് ഉമ്മ മോൻ്റെ ഇടയിൽ യുദ്ധക്കളമാവുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നമായിരുന്നു കുറച്ച് നേരത്തേക്കാണെങ്കിൽ കൂടി. പിന്നൊരു സോറിയൊക്കെ പറച്ചിൽ അവസാനിക്കേണ്ട ഒരു സാധനം വളരെ കൂളായിട്ട് എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റി. സോ ഞാനിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാൻ ചെറിയ രീതിയിൽ സക്സസ് ആവുന്നുണ്ട്.